നമസ്കാരം. വടക്ക് നിന്ന് തെക്കോട്ട് വലിയൊരു രാജയാത്ര നടത്തിക്കൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ഭയപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. പ്രതിഷേധങ്ങളെ ഭയപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു എന്നാണ് കാണുന്നത്. അത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഈ ചോരച്ചാലുകൾ നീണ്ടിക്കയറിയ അതല്ലെങ്കിൽ ഊരിയ ആളുകൾക്കിടയിലൂടെ നടന്നവൻ എന്നൊക്കെ സ്വയം വിശേഷിപ്പിക്കുന്ന ഒരു ചക്രവർത്തി എന്ന് സ്വയം അഭിമാനിച്ച് ഇങ്ങനെ ആ ഒരു സ്ഥാനക്കാരനാണ് ഞാൻ എന്ന് സ്വയം അവരോധിച്ചുകൊണ്ട് ഇങ്ങനെ എഴുന്നള്ളത്ത് നടത്തുന്ന മുഖ്യമന്ത്രിയുടെ ആ യാത്ര, രാജകീയ യാത്ര, തെക്കോട്ടെടുക്കുന്ന ആ യാത്ര, തെക്കെത്തുന്ന അതിന് 2 ദിവസം മുമ്പ് ഈ വലിയൊരു പ്രതിഷേധമാണ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിലും കേരളത്തിൻ്റെ എമ്പാടും നടന്നത്. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ നടന്ന പ്രതിഷേധം വളരെ സംഘർഷമുണ്ടായി. മണിക്കൂറുകളോളം 2 മണിക്കൂറിലധികം സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ ഒരു യുദ്ധഭീതി തന്നെയാണ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും മണിക്കൂറുകളോളം തൊട്ടപ്പുറത്ത് സെക്രട്ടേറിയറ്റിൻ്റെ തൊട്ട് ബാക്ക് വശത്ത് കോൺഗ്രസിൻ്റെ DCC ഓഫീസിന് മുന്നിലും സംഘർഷം വളരെ ശക്തമായി നടന്നു. ഇപ്പോഴും അവിടെ ഞാനിത് നിങ്ങളുടെ മുന്നിൽ ഈ വാർത്ത അവതരിപ്പിക്കുമ്പോഴും അവിടെ സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. പോലീസും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകന്മാരെ ഇവിടെ ഞാൻ പറയുന്നത് എന്തുകൊണ്ട് ഈ പിണറായി വിജയൻ ഭയപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഇന്ന് സെക്രട്ടേറിയറ്റിൽ 2 മണിക്കൂറിലധികം സംഘർഷാവസ്ഥ നിൽക്കുമ്പോൾ പോലീസ് ഒരു തരത്തിലും പ്രകോപനം സൃഷ്ടിക്കാതെ അല്ലെങ്കിൽ പ്രകോപിതരാകാതെ വളരെ സംയമനം പാലിക്കുന്ന ഇതാണ് കാണുന്നത്. അത് പോലീസിൻ്റെ കഴിവായി ഒരുപക്ഷെ അല്പം കഴിയുമ്പോൾ CPM നേതാക്കളും മുഖ്യമന്ത്രിയും പത്രസമ്മേളനത്തിലൂടെ വ്യാഖ്യാനിച്ചേക്കാം. അതായത് പോലീസിനെ ആക്രമിച്ചു, പോലീസിൻ്റെ വാഹനത്തിൻ്റെ ചില്ല് തകർത്തു, പോലീസിൻ്റെ ഷീൽഡുകൾ തകർത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, എന്നിട്ട് ഈ ഷീൽഡുകളുടെ ഈ പൊട്ടിയ ഷീൽഡുകളുടെയും പൊട്ടിയ ഗ്ലാസിൻ്റെയൊക്കെ പടം വെച്ചിട്ട് നാളെ വാർത്തകൾ വരാം. അങ്ങനെ അക്രമം അഴിഞ്ഞാടി യൂത്ത് കോൺഗ്രസ്സുകാരും കോൺഗ്രസും പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ അക്രമം തിരുവനന്തപുരത്ത് സൃഷ്ടിച്ചു എന്നൊക്കെ പറഞ്ഞുള്ള വാർത്തകൾ നാളെ വരാം. പക്ഷേ ഇതൊക്കെ ആണെങ്കിൽ പോലും എനിക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞത്, കാരണം തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന് മുന്നിലെ നിരവധി സമരങ്ങൾ നേരിട്ട് കണ്ടവനും നേരിട്ട് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്ത ആളെന്നുള്ള നിലയിൽ എനിക്ക് മനസ്സിലാകുന്നത്, ഇത്രയധികം ഗുരുതരമായ പ്രശ്നങ്ങൾ പലതും ഉണ്ടായിട്ടും ഈ പോലീസ് ഒന്നും ചെയ്തിട്ടില്ല. ലാത്തി ചാർജ് നടത്തുകയോ ടിയർ ഗ്യാസ് പ്രയോഗിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ആദ്യം തുടക്കത്തിൽ കുറച്ച് വെള്ളം ചീറ്റി എന്നല്ലാതെ ഒരു പ്രവർത്തനം നടത്തില്ല. അതെന്തുകൊണ്ടാണ് എന്ന് ഒന്ന് വിലയിരുത്തിയപ്പോൾ നമുക്ക് ബോധ്യമാവുന്നത്. കാരണം ഇതുവരെ ഒരു സമരങ്ങളിൽ, അത് LDF നടത്തിയ സമരത്തിലും UDF നടത്തിയ സമരത്തിലും SFIക്കാർ നടത്തുന്ന സമരത്തിലും KSUക്കാർ നടത്തുന്ന സമരത്തിലും നമ്മൾ കണ്ടിട്ടുണ്ട്. വർഷങ്ങളായിട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിലെ ഈ പ്രതിഷേധ സമരങ്ങൾ കണ്ടിട്ടുള്ളവരാണ്. അവിടെ പോലീസ് എടുക്കുന്ന നിലപാട് എന്താണ്? ഒരല്പം പോലും ഇത്രയധികം ബഹളങ്ങളൊന്നും ഇല്ലാതെ തന്നെ പെട്ടെന്ന് ടിയർ ഗ്യാസ് പ്രയോഗിക്കും. അത് കഴിഞ്ഞിട്ട് വേണ്ടി വന്നാൽ ലാത്തി ചാർജ് തുടങ്ങും. അങ്ങനെ വളരെ ഗുരുതരമായ ലാത്തി ചാർജ് നടത്തിയിട്ടുണ്ട്. ഇത്രയൊന്നും പോലീസിനെ ആക്രമിക്കുകയോ അല്ലെങ്കിൽ പോലീസിനെ പ്രകോപിപ്പിക്കുകയോ ചെയ്തില്ലെങ്കിൽ പോലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ പോലീസ് സംയമനം പാലിച്ചത് പോലീസിനെതിരും കൂടെ ആയിട്ടാണ് ഈ സമരം കോൺഗ്രസ്സുകാർ പ്രഖ്യാപിച്ചത്. പോലീസുകാരെ വളരെ ഗുണ്ടകളാണ്, അത് മുഖ്യ ഗുണ്ടയുടെ മറ്റ് സബ് ഗുണ്ടകളാണ് ഈ പോലീസുകാർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ബാനറോട് കൂടിയാണ് അവർ വലിയ സമരം പ്രതിഷേധിക്കാൻ കോൺഗ്രസ്സുകാർ യൂത്ത് കോൺഗ്രസ്സുകാർ വന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മുകളിൽ നിന്നും പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ DGPയുടെയോ പിണറായി വിജയൻ്റെയൊക്കെ നിർദ്ദേശപ്രകാരം DGPയുടെ ഭാഗത്തു നിന്നും ഒരു തരത്തിലും അവിടെ ടിയർ ഗ്യാസ് പ്രയോഗിക്കുകയോ ലാത്തി ചാർജ് നടത്തുകയോ ചെയ്യരുത്. തൽക്കാലം ഉന്തോ തള്ളിയോ ഒന്ന് വിരട്ടിയോ ഒരു ചെറിയ പ്രയോഗം നടത്തി അവരെ നിവർത്തിയില്ലെങ്കിൽ പിരിച്ചുവിടണം, അല്ലെങ്കിൽ പരിപൂർണമായും സംയമനം പാലിക്കണമെന്ന നിർദ്ദേശം കൊടുത്തിരുന്നു. അങ്ങനെ എന്തുകൊണ്ടാണ് നിർദ്ദേശം കൊടുത്തതെന്ന് പറഞ്ഞാൽ, ഇനി തിരുവനന്തപുരത്തേക്ക് യാത്ര എത്തുമ്പോഴേക്കും തിരുവനന്തപുരത്ത് വൻ അക്രമങ്ങളും വലിയ പോലീസ് നടപടികൾ ഉണ്ടായാൽ, ലാത്തി ചാർജും ടിയർ ഗ്യാസ് പ്രയോഗവും ഉണ്ടായാൽ അത് തൻ്റെ യാത്രയെ ബാധിക്കുമെന്ന് അദ്ദേഹം ഭയക്കുന്നു എന്ന് തന്നെയാണ്. മാത്രമല്ല, ആ യാത്ര ചിലപ്പോൾ തീർക്കാൻ പറ്റാത്ത, തിരുവനന്തപുരത്ത് അവസിക്കാൻ പറ്റാത്ത അവസ്ഥ വരാം. കാരണം ഇന്ന് ടിയർ ഗ്യാസ് പ്രയോഗവും 3-4 പ്രവർത്തകരെ തലയടിച്ച് പൊട്ടിച്ച് ചോര ചീന്തുകയും സെക്രട്ടേറിയറ്റിന്റെ റോഡിൽ ചോരകൾ വീഴുകയും ചെയ്താൽ നാളെ അത് വലിയൊരു പ്രതിഷേധമാവും. ഇന്ന് വൈകുന്നേരം മുതൽ തിരുവനന്തപുരത്തും കേരളത്തിലാകെയും പ്രതിഷേധങ്ങൾ ആളിക്കത്തും. അത് തിരുവനന്തപുരത്ത് വലിയ പ്രശ്നമാവും. സ്വാഭാവികമായിട്ടും അത് ഞാൻ പറയുന്ന എൻ്റെ പിള്ളേർ, അതായത് ഈ മാതൃകാപരമായ രക്ഷാപ്രവർത്തനത്തിന് പിള്ളേർ ചാടിയിറങ്ങും. അവരും ഇത് ഏറ്റുമുട്ടും. അതൊരു വലിയ സംഘർഷമാവും. അത് തൻ്റെ ജാഥയെ ബാധിക്കും. അത് അറിയാവുന്നത് കൊണ്ട് ബോധപൂർവം പോലീസിനെ പിന്നോട്ട് വലിക്കുകയാണ് പിണറായി വിജയൻ ചെയ്തിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ പിണറായി വിജയൻ ഈ ജാടത്തരങ്ങൾ പറയുന്ന വ്യക്തി ഭയപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു പ്രതിഷേധത്തെ എന്ന് തന്നെ വേണം കരുതാൻ.